ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വരവോടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ആലോചിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മാരിഫിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ആലപ്പുഴയിൽ KC വേണുഗോപാലിനുണ്ടെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തലിനിടെ ശക്തയായ NDA സ്ഥാനാർത്ഥിയുടെ വരവ് കോൺഗ്രസിൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. ഇതേസമയം ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ആലോചനയിലാണ് ഇപ്പോൾ സജീവമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 13% വോട്ട് വർധനവോടെ NDA സ്ഥാനാർത്ഥി 1,87,000 വോട്ട് നേടിയ മണ്ഡലമാണ് ആലപ്പുഴ. അവിടേക്ക് ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ മത്സരത്തിന് തയ്യാറെടുത്ത AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ പിന്മാറാൻ ആലോചിക്കുന്നത്. AM ആരിഫിനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആലപ്പുഴയിൽ KCക്കുള്ള ബന്ധവും കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് കണക്കുകളും ചൂണ്ടിക്കാട്ടി UDF ക്യാമ്പ് ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. അതിൽ പ്രധാനമായും UDF പ്രതീക്ഷയോടെ കണ്ട കണക്കുകളിലൊന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള 112 ബൂത്തുകളിൽ 70 ഇടങ്ങളിലും ലീഡ് ചെയ്തത് UDF ആയിരുന്നു എന്നതാണ്. മറ്റൊന്ന് LDF ലീഡ് ചെയ്ത നായർ ഈഴവ വോട്ടുകൾ കൂടുതലുള്ള ഇടങ്ങളിൽ KCക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്നതാണ്. KC വേണുഗോപാൽ 11,000 വോട്ടിലധികം ലീഡ് ചെയ്ത ആലപ്പുഴ, അമ്പലപ്പുഴ നിയോജക മണ്ഡലങ്ങളിൽ ഷാനിമോളുടെ ഭൂരിപക്ഷം 600-ഉം 700-ഉമായി കുറഞ്ഞിരുന്നു. ഇവിടെ MLA ആയിരുന്ന തോമസ് ഐസക്കും G സുധാകരനും പകരം ഇന്ന് ചിത്തരഞ്ജനും H സലാമുമാണെന്നതും KCക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കും. എന്നാൽ ഹൈന്ദവ വോട്ടുകൾക്ക് പുറമെ ഭരണവിരുദ്ധ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും ഭേദപ്പെട്ട രീതിയിൽ ക്രിസ്ത്യൻ വോട്ടും NDA നേടിയാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ചരിത്രം സൃഷ്ടിച്ചേക്കാം. KC മത്സരിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി എന്നത് ഉറപ്പിക്കാം. കാരണം ആലപ്പുഴ ഒഴികെ മറ്റ് 16 മുസ്ലിം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നില്ല എന്നതാണ് ഇതിന് അടിസ്ഥാനം. എന്നാൽ LDF UDF സ്ഥാനാർത്ഥികൾ മുസ്ലിമായാൽ ശോഭാ സുരേന്ദ്രന്റെ വിജയസാധ്യത വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേടിയ വോട്ട് വർധനവ് ഇക്കുറിയും നേടാനായാൽ ആലപ്പുഴയിൽ NDA വിജയശോഭ തെളിയിക്കും എന്നതിൽ സംശയമില്ല. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.